അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എനിക്ക് സ്തുതി എന്നപ്പോ വളരെ ചെറുതായി പോയത്. നീ ഇത്രയല്ലേ ഉള്ളൂ, അത്ര മതി. എന്റെ അച്ചോ, എന്നെ കൊല്ലാൻ വേണ്ടിട്ട് ആ കൊച്ചിൻ ഹൈദ്രോസ് കത്തിയായിട്ട് നടപ്പുണ്ട്. എന്തിനാ കുഞ്ഞാടെ നിന്നെ കൊച്ചി ഹൈദ്രോസ്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. അവന്റെ ആടിനെ ഞാൻ വെറുതെ ഒന്ന് എടുത്തു, അതിനാ അവൻ എന്നെ കൊല്ലാൻ നടക്കുന്നേ. ഒരു ആടിനെ വെറുതെ എടുത്തതിന് എന്തിനാ കൊല്ലാൻ വരുന്നേ? എന്റെ പൊന്നച്ചോ, അവന്റെ ആടിനെ അവനോട് ചോദിക്കാതെ ഞാൻ അറിയാതെ കറി വെച്ചു. അത് തെറ്റാണോ അച്ഛാ? സാത്താന്റെ കുഞ്ഞെ, അതിനെ പറയുന്നത് മോഷണം എന്നാണ്. കുഞ്ഞാടെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ആ ഹൈദ്രോസിന്റെ ആടിനെ മോഷ്ടിച്ചിട്ട് മരിച്ച് സ്വർലോകത്ത് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും, നീ അവന്റെ ആടിനെ എടുത്തോ, അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യും? എന്റെ പൊന്നച്ഛ, അതൊക്കെ കുറെ നാൾ കഴിഞ്ഞു മരിച്ചു സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തെ കാര്യമല്ലേ പറയുന്നേ. അപ്പൊ ആടും ഉണ്ടാവും, ഞാനും ഉണ്ടാവും, അവനും ഉണ്ടാവും, ചിലപ്പോ അച്ഛനും ഉണ്ടാവും. അച്ഛന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവന്റെ ആടിനെ അവന് കൊടുത്തേക്കാം, പ്രശ്നം തീർന്നില്ലേ? അയ്യോ അച്ഛാ, എന്നെ രക്ഷിക്കച്ചാ. എന്റെ കുഞ്ഞെ, ഞാൻ എനിക്ക് അറിയത്തില്ല, ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ പൊന്നച്ഛ, എന്തെങ്കിലും ഒരു വഴി കാണും, എന്നെ രക്ഷിക്ക്. നിന്നെ രക്ഷിക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എടാ, എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വിടില്ല. ഈ ഹൈദ്രോസിന്റെ കയ്യിൽ നിന്ന് ഒരു പന്നിയും രക്ഷപ്പെട്ടില്ല. പന്നി. അച്ഛോ, ഞാനൊരു വഴി കാണുന്നുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഞാനൊരു വഴി കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്, ഞാൻ വേറെ വിളിച്ചോളാം. എടാ പന്നി, നിന്നെ വിടില്ല. എടാ ഞാൻ വിടില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ഇരിക്കട്ടെ. അച്ഛാ, ഓ, ആ ശശി ഇങ്ങോട്ട് പോകുന്ന കണ്ടായിരുന്നോ? ഞാൻ ശശിയെ കണ്ടില്ലല്ലോ. അച്ഛാ, എന്ത് തെമ്മാടത്തരം കാണിച്ചെന്നറിയാമോ? എന്താണ്? എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ആടിനെ അവൻ കൊന്നു നിന്നച്ചാ. അവനെ കൊല്ലണം. ആ കൊല്ലണം, അതാണ് ഞാൻ വന്നത്. അച്ഛറിയാവോ, ഒരു ഗുണ്ടേ എന്റെ ആടിനെ പൊട്ടിക്കാൻ ഉണ്ട് എങ്ങനെ തയ്യാറാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. ശശി അവൻ ഇവിടെ ഇങ്ങോട്ടോ പോകുന്നത് ഞാൻ കണ്ടല്ലോ. ഇങ്ങോട്ട് എവിടെ? ഇങ്ങോട്ട് വന്നവൻ. ഞാൻ ഇവിടെ വരെ കണ്ടല്ലേ ഓടി വരുന്നത്. അച്ഛനറിയാതെ അവൻ എങ്ങോട്ട് പോവില്ല. ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. ഹൈദ്രോസേ, ഒരു വൈദികനോട് ചോദിക്കുന്നത്, കള്ളം പറയരുത്. എന്റെ ആടിനാണ് അവൻ കൊന്നു നിന്നത്. അച്ഛൻ മര്യാദയ്ക്ക് പറഞ്ഞു, അവൻ ഇവിടുന്ന് എവിടെ പോയിട്ടില്ല. എന്റെ ഹൈദ്രോസേ, ഞാൻ ചെകുത്താന്റെയും കടലിനെ നടക്കുകയാണ്. ഞാൻ കണ്ടിട്ടേ ഇല്ല. അച്ഛാ, ഉള്ളത് പറഞ്ഞോ. അവൻ എവിടെ ഉണ്ട്? അച്ഛൻ എവിടെ പോവില്ല. അവൻ മര്യാദയ്ക്ക് പറഞ്ഞോ. ഈ ഹൈദ്രോസ് ഉണ്ടല്ല, കത്തി ഒറേ നൂരിയാല് രക്തം കണ്ടിട്ട് ഇവിടെ കുത്തികള്. മര്യാദയ്ക്ക് പറഞ്ഞു. അയ്യോ ഹൈദ്രോസേ, ഞാൻ പറയാം. നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ കറുത്തിട്ടുള്ള ആ കുഞ്ഞു കള്ളനല്ലേ? അതെ, ആ കൊച്ചു കള്ളൻ എന്റെ ലോയ്ക്കുള്ളിലുണ്ട്. അയ്യേ, വൃത്തികെട്ടവൻ. ഹൈദ്രോസേ, നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത കുഞ്ഞു കള്ളനല്ലേ? അത് തന്നെ. തെമ്മടത്തിന് പറഞ്ഞോ, ആ കുഞ്ഞുകളൻ ലോഹയ്ക്കകത്തുണ്ടെന്നാ ഒരു. നീ എന്താണ് തെറ്റിദ്ധരിച്ചിരിക്കുന്ന അറിയില്ല. ദൈവമേ, സാത്താന്റെ കുഞ്ഞെ, എന്റെ ലോഹിക്കുള്ളിലുണ്ട് ആ കുഞ്ഞു കള്ളൻ. തെമ്മടത്തിന് പറഞ്ഞ അച്ഛൻ നോക്കില്ല, കുത്തി മത്തുകളെ പന്നി. നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ പൊക്കി നോക്കിയോളൂ. അയ്യേ, എന്നാ ഞാൻ പൊക്കി തരാം. നീ പുറത്തേക്ക് പോടാ. നിന്നെ ആരാ വൈദ്യുതി കാണിച്ചു തരാം. വൈദികനാണ് പറഞ്ഞേ. ഒരു വൈദികനെ പറ്റി ഇത്രയും മോശമായി പറയാനേ പാടില്ല. ഉണ്ടേ പുറത്തേക്ക് വന്നോളൂ. കുഞ്ഞേ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ലോഹയ്ക്കുള്ളിലെ വാസം? വാസമൊക്കെ സുഖപ്രദമായിരുന്നു അച്ചോ. ഒറ്റ അപേക്ഷയുള്ളൂ. എന്താണ്? വല്ലപ്പോഴും എങ്കിലും ഈ ലോഹേ ആ അരമനയൊക്കെ ഒന്ന് കഴുകിയിടച്ചോ. നിന്നെ കൊല്ലി.